നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രാമീണം സാംസ്കാരിക കാർഷിക കൂട്ടായ്മയുടെ 4ാമത് വാർഷികം ഈ വരുന്ന ഡിസംബർ 31, ജനുവരി 1 തീയതികളിൽ കടക്കൽ ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്രാമീണം ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. നമസ്കാരം. നമ്മുടെ ഗ്രാമീണം കടക്കൽ എന്ന കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മയുടെ 4ാമത് വാർഷികമാണ് ഈ ജനുവരി 1 ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് കടക്കൽ പഞ്ചായത്തും ഗ്രാമീണം കടക്കലും കൂടി ചേർന്ന് നടത്തുന്നത് 1-ാം തീയതിയിലത്തെ പരിപാടിയല്ല. അതിന് മുന്നേ തന്നെ ദിവസങ്ങളിൽ 24-ാം തീയതി മുതൽ ജനുവരി 1-ാം തീയതി വരെ കടക്കൽ പഞ്ചായത്തും ഗ്രാമീണം കടക്കലും തങ്ങളിൽ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ജനുവരി 1 ഗ്രാമീണത്തിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത് ഇതുവരെ ആഘോഷിച്ച രീതിയിൽ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അതിൽ ഡിസംബർ 31 നമ്മൾ വാഹന വിളംബര ജാഥ കടക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ചിതറാപ്പോയി കടക്കൽ തിരിച്ചു വരുന്ന ആ ഒരു വാഹന വിളംബര ജാഥ വളരെ ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ട് നാളെ, അതായത് ഡിസംബർ 1. ഒപ്പം ജനുവരി 1 നമ്മുടെ പ്രോഗ്രാം ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ 1-2 പ്രത്യേകതകൾ അതിനുമുണ്ട്. ഒന്ന്, ഗ്രാമീണം ആദ്യമായി റിലീസ് ചെയ്യുന്ന ഗ്രാമീണം കവിതാ സമാഹാരം എന്ന പുസ്തകം. നമ്മുടെ കൊച്ചു കവികളും വലിയതുമായ കൊച്ചും പുരുഷന്മാരും ലേഡീസും അടങ്ങുന്ന കവികളും കവയിത്രികളും ചേർന്ന ഒരു കവിതാ സമാഹാരം. അത് മറ്റന്നാൾ ജനുവരി 1 7:30 മണിക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം നമ്മൾ ഒരു വെറൈറ്റി പ്രോഗ്രാമായ സമ്മാനോത്സവം എന്നുള്ള രീതിയിൽ ഒരു കൂപ്പൺ അടിച്ച വിവിധ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ജനുവരി 1 വിജയികളെ പ്രഖ്യാപിച്ച് നൽകുന്നുണ്ട്. പിന്നെ 1-ാം തീയതിത്തെ നമ്മുടെ പ്രോഗ്രാം കരാക്കെ ഗാനമേള, അത് കഴിഞ്ഞിട്ട് ഓർക്കസ്ട്രയോട് കൂടിയുള്ള ഗാനമേള, ഡാൻസ്, നമ്മുടെ കുട്ടികളുടെ കൂട്ടമായിട്ടുള്ള ഗ്രൂപ്പ് ഡാൻസ്, അല്ലാതെയുള്ള ഡാൻസ്, അങ്ങനെ വിവിധ ഇനം ഒരു മെഗാ ഷോ പോലെ ജനുവരി 1 വൈകിട്ട് 6 മണി മുതൽ 10-10:30 മണി വരെ ചിൽഡ്രൻസ് പാർക്കിൽ നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരത്തിൽ എല്ലാ ആൾക്കാരെയും, എല്ലാ ഗ്രാമീണ അംഗങ്ങളെയും അവരുടെ കുടുംബത്തെയും എല്ലാവരെയും ഞാൻ ഗ്രാമീണത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ക്ഷണിക്കുകയാണ്. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നമുക്കൊരു ആഘോഷമായി തന്നെ ഇതിനെ കണക്കാക്കാം. നമസ്കാരം, നന്ദി, നമസ്കാരം. സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത്? സെക്രട്ടറി സംസാരിക്കും. നമസ്കാരം. നമ്മുടെ ഗ്രാമീണം എന്ന കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മയെക്കുറിച്ച് ഇന്ന് കടക്കലിൽ അറിയാൻ പാടില്ലാത്തവരുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ ഗ്രാമീണത്തിൻ്റെ വിശ്വാസം. അത് നാട് തന്ന വിശ്വാസമാണ്. കാരണം കലാ സാംസ്കാരിക രംഗങ്ങളിൽ മുദ്ര പതിപ്പിക്കാൻ നമുക്ക് ഈ പറഞ്ഞ 4 വർഷത്തിനകം സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അത് നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ കൂടി ഒപ്പം നിന്നതുകൊണ്ടാണ്, ബഹുജനങ്ങൾ ഒപ്പം നിന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ നടത്തിയ ചിത്രരചനാ മത്സരത്തിലും കവിതാരചനാ മത്സരത്തിലും സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല മിടുക്കരായ കുട്ടികൾ പങ്കെടുത്തതുകൊണ്ടും നാട്ടിൽ അടയാളപ്പെടുത്തലുകൾ ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നല്ല കഴിവുള്ള കുട്ടികളെയാണ് നമ്മൾ പങ്കെടുപ്പിച്ചത്. അവർ കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് കടക്കൽ നാടിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ ഈ വരുന്ന 2 ദിവസങ്ങളിലായി നാളെ നടക്കുന്ന ഘോഷയാത്രയിലും അതുപോലെ തന്നെ 1-ാം തീയതി നടക്കുന്ന കുട്ടികളുടെ പാർക്കിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലും മുഴുവൻ ബഹുജനങ്ങളെയും നമ്മൾ ആത്മാർത്ഥമായി ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാം ഗ്രാമീണം കാർഷിക കൂട്ടായ്മയുടെയും സാംസ്കാരിക കൂട്ടായ്മയുടെയും 4ാമത് വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതിൽ പകുതിയിൽ കൂടുതലും ആൾക്കാർ ഗൾഫ് നാടുകളിലാണുള്ളത്. രാത്രികാലങ്ങളിലും മറ്റുമൊക്കെ നമ്മുടെ
വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകുന്ന ആ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള പാട്ടുകളും കവിതകളും അതുപോലെ തന്നെ തമാശകളുമൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടുപ്രദേശത്ത് ഒട്ടനവധി സാംസ്കാരിക സംഘടനകളുള്ള പ്രദേശമാണ് നമ്മുടെ കടക്കൽ. അതിൽ ഒരു നെടും തൂണായി ഇന്ന് ഗ്രാമീണം മാറിയിട്ടുണ്ട്. എല്ലാ പരിപാടികളിലും നമ്മുടെ കടക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരിപാടികളിലും ഗ്രാമീണത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പോൾ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന പരിപാടികളുണ്ടെങ്കിൽ അതിൽ ഗ്രാമീണമുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ 6 പഞ്ചായത്തുകളെ സഹായിക്കുന്ന തരത്തിൽ വലിയ സാമ്പത്തിക സഹായം ചെയ്യുവാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വരുന്ന ചില ചികിത്സാ സഹായങ്ങളടക്കം പറയുന്നതിനകം നമ്മുടെ പ്രസിഡന്റ് ഋഷികേശൻ നായർ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ തന്നെ നമ്മൾ ചികിത്സാ സഹായമായിട്ട് കൊടുക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥിരം പരിപാടിയായിട്ടല്ല, നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ അംഗങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കൂടെ നിർത്തുക, അവരുടെ വീടുകളിൽ ഒരു ആശ്വാസമാക്കായിട്ട് നമ്മളെത്തുക, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ വാർഷിക പരിപാടിയിൽ നമ്മളെല്ലാ 4 വർഷമായിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലാണ് ജനുവരി 1 ഈ പരിപാടി വെച്ചിട്ടുണ്ട്.